ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മളെ പുതിയൊരു സംഭവമായിട്ടാണ്. ഫിഫ അല്ലെങ്കിൽ നമ്മളെ FC26 റിലീസായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അത്യാവശ്യം കിടിലമായിട്ട് നമ്മൾ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കാണാത്തവർക്കായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആ ലൈവിൽ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു FC26 നമ്മൾ ഡിവിഷൻ റൈവൽസ് കളിക്കുന്നുണ്ട്. ആ ഡിവിഷൻ റൈവൽസ് കളിച്ചിട്ട് നമ്മൾ റാങ്ക് അപ്പ് ചെയ്ത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ഈ ഒരു സീസൺ ഫുള്ള് റാങ്ക് അപ്പ് ചെയ്ത് നമ്മൾ പോകാനായിട്ട് നോക്കുവാണ്. അല്ലാണ്ട് ഇതിൻ്റെ അകത്തുള്ള ഇവൻറ്റ് കംപ്ലീഷൻ പരിപാടി അങ്ങനത്തെ ഒന്നുമല്ല. ജസ്റ്റ് ഡിവിഷൻ റൈവൽസ് ആയിരിക്കും നമ്മൾ കൂടുതലും. നമ്മളിതിൻ്റെ ടോപ്പ് മോസ്റ്റ് റാങ്കിലോട്ട് നമുക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ നമ്മൾ ഈ ഒരു ടീമൊക്കെ വെച്ചിട്ട്. ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ജസ്റ്റ് സ്കോഡ് കാണിച്ചു തരാം ആദ്യം തന്നെ. ഇതാണ് ഇപ്പോൾ നമ്മൾ കറണ്ട് നമ്മളെ സ്കോഡും കാര്യങ്ങളൊക്കെ. ഭയങ്കര കിടിലൻ സ്കോഡൊന്നും അല്ല, ഒരു ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച ഒരു ഡീസൻറ്റ് സ്ക്വാഡെന്നേ പറയാനുള്ളൂ. ഭയങ്കര കിട്ടുന്ന സ്ക്വാഡല്ല. ഓൾസോ നമ്മുടെ ക്യാമാണ് ഇതിൽ. ക്യാമും ഗോൾ കീപ്പറാണ് ഇതിലെ ലോവസ്റ്റ് റേറ്റിംഗ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവനെ പിടിച്ചിട്ട് നമുക്ക് ക്യാമൊക്കെ ആയിട്ട് യൂസ് ആക്കാം. വലിയ കാര്യമല്ല. ഇപ്പം കുഴപ്പമില്ല, നമുക്ക് നമ്മളെ മാച്ചസൊക്കെ നമ്മൾ വിന്നായി പോകുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് നമ്മൾ പോണത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ടീമുകളെ അപ്ഗ്രേഡ് ചെയ്യണം. അതാണ് നമ്മുടെ ചെറിയൊരു സ്ക്വാഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കോഡും കാര്യങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ടൈം കാണുന്നു വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് മാച്ചിലോട്ടും കിടക്കാം. ആൻഡ് ഗൈസ്, ആളുടെ സ്കോഡും അത്യാവശ്യം കിട്ടുന്ന സ്കോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതുപോലെ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കമൻട്രി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇൻ ഗെയിം കമൻട്രിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് മാച്ച് തൊട്ട് നമുക്ക് അത് ഓഫ് ആക്കി കളിക്കാം. ഓക്കെ റിയൽ മാഡ്രിഡ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. വലിയ കിടില സ്കോഡൊന്നും അല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സ്കോഡും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എന്തായാലും നോക്കാം. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ കണ്ടുപിടിക്കണം. പാസ് കൊടുക്കടാ മോനെ. ഇല്ലോടാ, ഞാൻ കൊടുത്ത പാസ് അവിടെ അല്ല. അടിക്കേ. ഫസ്റ്റ് ഗോൾ ഗൈസ്, ഫസ്റ്റ് ഗോൾ 6ാമത്തെ മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ. ഞാൻ കറക്റ്റ് പാസ് പോലും അല്ല കൊടുക്കാനായിട്ട് ശ്രമിച്ചത്, എന്നാലും ഫസ്റ്റ് ഗോൾ. മാൻ ഗോളും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഓ പാവാ ഇമോജൊക്കെ ഇടുന്നുണ്ട. ആദ്യം ഗോളും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാരെയൊക്കെ മൊത്തം മിനിറ്റ് പിടിച്ചു നിർത്താനായിട്ട് നല്ല കഷ്ടപ്പാടാ. അല്ലെങ്കിൽ നമ്മൾ ലൈവ് കണ്ടവർക്കറിയാം നമ്മൾ ബോട്ടിൽ ചെയ്ത രീതി കണ്ടാ. തീർന്നു. എടാ ഇല്ല മക്കളെ, വിട്ടുകൊടുക്കൂല. ഇല്ല ഇതിലൊന്നും നമ്മൾ വിട്ടുകൊടുക്കില്ല മക്കളെ. ആ ഒരു ഡിഫൻഡറിന്റെ മിസ്സല്ല, എന്റെ മിസ്സും അല്ല. റൈസ് കം ഓൺ മാൻ, വൺ മോർ. ഓ സിമ്പിൾ. എന്താ ഇത്, ഭയങ്കര സിമ്പിൾ ആയിപ്പോയി ഗോൾ അടി എന്ന് പറയണത്. ഭയങ്കര സിമ്പിൾ ആയിപ്പോയല്ല. ഒരു ഓപ്പർച്യൂണിറ്റി. ഓ നൈസ് ഡ്രിബ്ലിംഗ്. ഓ നൈസ്. ഓ ആ ബോൾ അങ്ങനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളി. ബാർണസേ. എടാ ഇവന്റെ ഈ ബാർണസ് എന്ന് പറഞ്ഞ ഇവനെ ഞാൻ എടുത്ത് കാട്ടിക്കളയും. എടാ മിസ്. മാർക്കിനസേ ഓടറാ. പിന്നല്ല ഇതൊക്കെ എന്ത്. നമുക്ക് എന്താ ഈ ബാണിനെ എടുത്ത് കളയാം. ഇവനെ സബ് ഇറക്കേണ്ട സമയമായി. ഇപ്പോഴേ എനിക്ക് ആ ബാണിനെ അങ്ങോട്ട് നമ്മുടെ ടീമുമായിട്ട് അങ്ങോട്ട് സെറ്റ് ആവില്ല. ആള് ഭയങ്കര ഹെവിയാണ്. നൈസ് ഇന്റർസെപ്ഷൻ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 2-1 നൈസ് ലീഡ്. ഭയങ്കര പാടുള്ള മാച്ചൊന്നും അല്ല, സിമ്പിൾ മാച്ച്. സിമ്പിളായിട്ട് കളിച്ചു പോകാം കേട്ടാ. ഞാൻ എന്തായാലും ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ബാൺസിനെ മാറ്റിയിട്ട് ഞാൻ ഡൂവേനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ പേരൊക്കെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്ന് ആർക്കറിയാം. നൈസ്. എടാ ഇറങ്ങി പോയില്ലേ ഇവൻ. ഓ നൈസ്. അടിക്കളെ ക്ലിയർ. നൈസ്. പെദ്രോ ഓടറാ. എടാ ഇവ എന്താ വായും പൊളിച്ചിരിക്കുന്ന. ഓടറാ. ക്ലോസേ അടിക്കുമോനെ ഷോട്ട്. ഓ വീക്ക് ഷോട്ട്. പവറില്ല. എനിക്ക് തോന്നുന്നത് വീക്ക് ഫൂട്ടായി പോയി. ഓ ബാക്ക് പാസ്. എടാ അതെന്റെ മിസ്സാണ്. കൊടുക്കരുത്. മാർക്കിനസേ പിടിക്കടാ. ഇല്ല. നൈസ് ഡിഫെൻഡ്. ആരാ അത് ഡിഫെൻഡ് ചെയ്തത് ഞാൻ കണ്ടില്ല. എന്തോ ബി എന്ന് മാത്രമേ കണ്ടോളൂ. കൊടുക്ക് പാസ്. ബാൺസ്.
ബാൻസ് ഇവൻ ഭയങ്കര ഹെവിയാണ്. അടിക്ക് ഷോട്ട്, നൈസ് മാൻ. ബാൻസ് 78ാമത്തെ മിനിറ്റിൽ 3ാമത്തെ ഗോൾ. 3-1. ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി നടത്തിയിട്ടുണ്ട്. നമ്മൾ ക്ലോസേന് പകരം നമ്മൾ റെറ്റുവേഗിനെ ഇറക്കിയിട്ടുണ്ട്. ഓടറാ അവിടെ, ആരെങ്കിലും ഒന്ന് ഓടിക്കൊടുക്ക്. 90 മിനിറ്റ്സ് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഒരു ഗോൾ കൂടി അടിക്കാനായിട്ട്. ഭയങ്കര കിടില മാച്ച് ഒന്നുമല്ല, ഒരു നോർമൽ മാച്ച്, സിമ്പിൾ മാച്ച് ആയി പോയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു മാച്ച്. 4 ഓൺ ടാർഗറ്റ് അടിച്ചതിൽ 3 ഗോൾ കിട്ടി. ആൾ ഒരു ഷോട്ടേ അടിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ തന്നെ ഒരു ഗോള് കണ്ടെത്തിയിരിക്കുന്നു. ആൻഡ് 54 പൊസഷൻ, 46, 76, 84 പാസിംഗ് ആക്യുറസി. കുഴപ്പമില്ല, നൈസ് മാച്ച് ആയിരുന്നു. ഭയങ്കര ടഫ് മാച്ചും ഭയങ്കര കിടിലൻ മാച്ചൊന്നും അല്ല, ഒരു ഡീസൻറ്റ് കുഴപ്പമില്ലാത്തൊരു മാച്ച്. അങ്ങനെ നമ്മൾ Pro 3-യിൽ നിന്ന് ഫൈനലി Pro 2-യിലേക്ക് പ്രമോഷൻ നേടി എത്തിയിരിക്കുകയാണ്. Pro 2-ൽ സിംഗിൾ സ്റ്റാർ. ഇപ്പം നമ്മൾ Pro 5-ൽ നിന്ന് Pro 3 വരെ നമ്മൾ ലൈവിൽ കൊണ്ടെത്തിച്ചേട്ടാ. അപ്പോൾ അതൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോകളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പവറാക്കുക. ആൻഡ് ഹൈപ്പിങ്ങളൊക്കെ ചെയ്യുക. കമൻറ്റ് ഇടാം. മെയിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ. എങ്ങനെയുണ്ട് സംഭവങ്ങളൊക്കെ, മാറ്റങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക, പവറാക്കാം. ആൻഡ് ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുടെ സെറ്റാക്കും എന്ന് പറഞ്ഞാൽ സെറ്റാക്കിയിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. സബ് ചെയ്യുക, പവറാക്കുക, പറിച്ചൊക്കെ. ഇപ്പം മറ്റൊരു കിടുക്കാച്ച് വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ 8KDU സോൺ 8KDU സൈനിങ് ഓഫ്. ബൈ ബൈ. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പൊളിച്ചെടുക്കുക. ബൈ ബൈ.